മുട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്നും നാഷണൽ ഹൈവേയിൽ നിന്നും 10 മിനിറ്റിൽ എത്തിച്ചേരാൻ പറ്റുന്ന ലൊക്കേഷനിൽ ഒരു 4 BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മൂന്ന് മീറ്ററിലധികം ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന ഈ ഒരു വീട് ഇൻഡിപെൻഡന്റ് വീടാണ്. 4.9 മീറ്ററാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ കാർ പാർക്കിങ്ങിന് 14 അടി നീളവും 12.5 അടി വീതിയുമാണ് ഉള്ളത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ വടക്ക് ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ചെറിയ ചെറിയ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. 5.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു അലക്കുകല്ലും ഒരു ടാപ്പ് പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് പാകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ടാപ്പ് പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു കോർണറായിട്ട് നൽകിയിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളും നൽകിയിട്ടുണ്ട്. 7.5 അടിയിലേറെ നീളവും 4 അടി വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ പ്രധാന വാതിൽ കിഴക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു മെയിൻ ഡോർ പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമായിട്ടാണ് തീർത്തിരിക്കുന്നത്. നമുക്കിനി ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 10 അടിയിലേറെ നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിൽ ഉള്ളത്. മുകൾ ഭാഗം വളരെ മനോഹരമായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. നമുക്കിനി ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഡൈനിങ് സ്പേസിലാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് മൾട്ടിവുഡിൽ ചെയ്ത വളരെ മനോഹരമായ ഒരു TV യൂണിറ്റ് കാണാം. 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമുള്ള ഈ ഒരു വിശാലമായ ഡൈനിങ് സ്പേസിൽ ഒരു 8 സീറ്റ് ഡൈനിങ് ടേബിൾ സിമ്പിളായിട്ട് തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്ന ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ട് വളരെ മനോഹരമായ ഒരു പാനലിംഗ് വർക്ക് കാണാം. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നു. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ബെഡ്റൂം വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കിച്ചണിലേക്ക് വരാം. ക്ലോസ്ഡ് കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ കിച്ചൺ വരുന്നത്. ഫ്രിഡ്ജിനുള്ള പ്രൊവിഷൻ ഇവിടെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. 11.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. 12 അടിയിലേറെ നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. സ്ലാബ് ചെയ്ത് കബോർഡ്സ് എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇത് വെസ്റ്റ് സൈഡാണ്. 10.5 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫ്ലോറിലെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് ഫിറ്റിംഗ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായി പർഗോളകൾ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 10 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ ഇവിടെയായിട്ട് നമുക്കൊരു സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് നമുക്ക് വേറെ ഒരു ലിവിംഗ് സ്പേസ് കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. 10.5 അടിയോളം നീളവും 9 അടിയോളം വീതിയുമുള്ള ഈ ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെയായിട്ട് കാണുന്ന യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞ ആ ഒരു ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെയായിട്ടാണ് ബാൽക്കണി വന്നിരിക്കുന്നത്. നമുക്കിനി മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫ്ലോറിങ്ങിന് മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫിറ്റിംഗ്സിനായിട്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് വെസ്റ്റ് സൈഡാണ്. 11 അടി നീളവും 10.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 12.5 അടി നീളവും 10 അടി വീതിയുമുള്ള ഈ യൂട്ടിലിറ്റി സ്പേസിൻ്റെ ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള ഒരു പോയിന്റും ഒരു വാഷ് ബേസും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 9.5 അടിയിലേറെ നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ബസ് സ്റ്റോപ്പിലേക്ക് 700 മീറ്റർ, അല്ലമീൻ കോളേജിലേക്ക് 750 മീറ്റർ, കാർമൽ ഹോസ്പിറ്റലിലേക്ക് 2.4 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 4 കിലോമീറ്റർ, കാക്കനാടേക്ക് 11 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.8 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ, മുട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്റർ,
നാഷണൽ ഹൈവേയിലേക്ക് 6 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ, സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് 3 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 4 സെൻറ്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെയുള്ള വീടുകൾ നേരിൽ കാണുന്നതിനും ലോൺ ഫെസിലിറ്റിയെ പറ്റി അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.